സോ നിങ്ങളുടെ ഫോണിൽ ഗ്രീനിലേ വന്ന് പെട്ട് കിടക്കുകയാണോ? അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ ഡിവൈസസ് യൂസ് ചെയ്യുന്നവരോടാണ്. അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഫാമിലി മെമ്പർക്ക് പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യും. സോ 2 മാസം മുമ്പ് എൻ്റെ അപ്പൻ്റെ ഫോണിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടായി. ഏകദേശം 7 ലൈനും കൂടി ഉണ്ടായി. അപ്പോൾ അന്ന് സർവീസ് സെൻ്ററിൽ ഒന്ന് കൊടുത്തപ്പോൾ അവർ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ പറഞ്ഞു ഇവർ അടുത്ത ദിവസം തരാമെന്ന്. അങ്ങനെ ഒരു 2 മാസത്തോളം പിടിച്ചിട്ടാണ് അവർ മാറ്റി തന്നത്. സോ ഡിസംബർ 2nd വീക്കാന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായി ഗ്രീനിലെ വന്നതും അതിൻ്റെ എങ്ങനെ തടയാമെന്നുള്ളതൊക്കെ ഉള്ളതും. അത് കാണണമെങ്കിൽ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ ചെന്ന് കാണാൻ പറ്റും. അപ്പോൾ 50 ഒരു അക്കോർഡിങ് 2 months എങ്കിലും എടുത്തിട്ടുണ്ടാവും അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി കിട്ടി, അത് വേറെ വിഷയം. 2 മാസം അവരുടെ സർവീസ് സെൻ്ററിൽ ചെന്നിട്ടാണെന്ന് ആലോചിക്കണം. 3 പ്രാവശ്യം ചെല്ലുമ്പോഴും വന്നിട്ടില്ല, പിന്നെ ചെയ്തു തരാമെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 2 മാസം എടുത്തിട്ടാണ് മാറ്റി കിട്ടിയത്. അതിന് 12,000 രൂപ എന്ന ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു. അവരെന്നെ പറയുന്നതാണ് 12,000 റുപ്പീസോളം കോസ്റ്റ് വരുന്നത്. അവർക്ക് എന്നിട്ട് സർവീസിൻ്റെ കാശ് മാത്രം കൊടുത്താൽ മതി, ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി കിട്ടി. സോ 2 മാസം മെനക്കെട്ട് അതിൻ്റെ പുറകെ കിടന്ന്. ആൻഡ് ഡിസ്പ്ലേനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പഴയ ഡിസ്പ്ലേക്കാണ് കുറച്ച് ബെസൽ കൂടിയിട്ടുണ്ട്, അല്ലാതെ വേറെ ഇതൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. നിങ്ങളുടെ ഫോണിൽ ഗ്രീനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെൻ്ററിൽ പോയി അതിൻ്റെ അടുത്ത് ചോദിക്കുക ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കാം. അല്ലെങ്കിൽ വാറണ്ടി 1 year വാറണ്ടി ഉണ്ടെങ്കിൽ അവർ മിക്കവാറും മാറ്റി തരേണ്ടതാണ്. 1 year കഴിഞ്ഞ് വന്നാലാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ. സാംസങ്ങിൻ്റെ S21 FE ആണിത്. അപ്പോൾ അതൊന്നും എക്സ്ട്രാ 2 yearsോളം വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാറ്റി കിട്ടിയത്. ഐ തിങ്ക് S20, S21, S22 ഈ 3 സീരീസിനാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സർവീസ് സെൻ്ററിൽ ഒന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ബാക്കി കടകളിൽ കൊടുത്തിട്ട് പൈസ കൊടുത്ത് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ അവർ ഫ്രീ ആയിട്ട് ചെയ്യും. പ്രത്യേകിച്ച് വിവോ ഒക്കെ ആണെങ്കിൽ, OnePlus ഒക്കെ ആണെങ്കിൽ കുറേ പേർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇതിൽ ഗ്രീനിലേ വന്നു കഴിഞ്ഞാൽ അവർ OnePlus 13 സീരീസ് തൊട്ടുള്ള മൊബൈൽസ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് അവരുടെ ഡിസ്പ്ലേ മാറ്റി തരുന്നുള്ളത്. സോ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മൂവ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.